ഇപ്പം വൈകിട്ട് സ്കൂളും വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി കാണിച്ചു തരട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ റവ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവ് കാണിച്ചു തരുന്നത്. ഇതിന് അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 2-3 ഗ്ലാസ് എടുത്തിട്ട് ചെയ്യട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. 3 അച്ച് ശർക്കര എന്നിട്ട് എടുക്കുന്നത്. ഇതൊരു പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണ്ടിയല്ല വെച്ചാൽ ഒരു 4 അച്ച് ശർക്കര ഒക്കെ എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ എടുത്ത് വെച്ച റവ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ റവ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാവേ. നല്ല നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇത് വറുത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയിൽ നിന്ന് കുറച്ച് ശർക്കര, കൂടുതൽ വേണ്ട കേട്ടോ, ഒരു 1/4 ഭാഗം ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇളം മധുരത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഒരു നുള്ളു പൊടിയുപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇത് ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. കുറച്ച് നേരം അങ്ങനെ വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റവ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ, ഒരു നുള്ള്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇവിടെ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ചൂടോടെ തന്നെ. ഇത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പൊടിയാണ്. കടലമാവില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലമാവ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്ലാസ് അളവാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് കടലമാവ് എടുത്തോട്ടോ, കടലപ്പൊടി എടുത്താൽ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിൻ്റെ ആ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, അധികം വെള്ളം ആവാൻ പാടില്ല. നമ്മളിത് നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നും കൂടി ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കടലമാവ് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ റവൻ്റെ. അപ്പോൾ അതാ ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഇതേപോലത്തെ ഷേപ്പിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലും ഉരുട്ടിയെടുക്കാം, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇതേപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. മുഴുവൻ മാവും നമുക്ക് ഇതേപോലെ ഉരുളകളാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ആവിച്ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് അങ്ങനെ ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ, കൂടുതൽ നേരം വെക്കണ്ട. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ വെക്കുക, ചൂട് തണിയാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ട് ചേർത്ത് കൊടുക്കുക, എങ്ങനെയെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൂണ്ടിട്ട് നമ്മളിപ്പോൾ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കില്ല, അതുപോലെ ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ വറുത്ത് കൊടുക്കുക. കുറച്ച് നേരം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക.
ഇപ്പോൾ തേങ്ങ അധികം നേരം ഇങ്ങനെ വറുക്കണ്ട കേട്ടോ, കുറച്ച് നേരം ഇങ്ങനെ വറുത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയില്ലേ, ബാക്കി ശർക്കര അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഞാനിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് കൊടുക്കും. ഈ ഒരു തേങ്ങൻ്റെ മിക്സ് നല്ലോണം തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്ന നേരം കൊണ്ട് ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തേങ്ങൻ്റെ ആ ഒരു മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഞാനിത് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു കൂട്ട് എല്ലാ ഭാഗത്തെത്തുന്നത് വരെ അതിൻ്റെ മുകളിൽ പിടിച്ച് വരണം കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളോ കറുത്തുള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിനി ശർക്കരൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ.